ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീമിന് എതിരെ രൂക്ഷമായ വിമർശനം. ക്യാമറയ്ക്ക് മുൻപിൽ മാത്രമാണ് റഹീമിന്റെ സംഘടനാ പ്രവർത്തനം. വിപ്ലവ യുവജന പ്രസ്ഥാനത്തെ റഹീം നിർജീവമാക്കി മാറ്റി. 45 വയസ്സായിട്ടും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റായി തുടരുന്നുവെന്നും പ്രതിനിധികൾ വിമർശിച്ചു. പൊതിച്ചോറ് മാത്രം കൊടുക്കുന്നൊരു സംഘടനയായി ഡിവൈഎഫ്ഐ മാറിയെന്നും സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു. ശരത് എസ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശരത്, ഇപ്പോൾ ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം അടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം സംഘടന തന്നെ നിർജീവമായി പോയി. ഭരണത്തിന്റെ ആലസ്യത്തിലേക്ക് സംഘടന വീണുപോയി. മറ്റു പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. പൊതിച്ചോറ് മാത്രമേ ഉള്ളൂ ഒരു പ്രവർത്തനം എടുത്തു പറയാനായി എന്നുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീമിനെതിരെ ആഞ്ഞടിക്കുകയാണോ അംഗങ്ങൾ? തീർച്ചയായും ഷിയാസ്, അതായത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനം ആരംഭിച്ചത്. ഇന്നലെ പ്രതിനിധി സമ്മേളനം തുടങ്ങി. ഇന്നും ഇന്നലെയായിട്ടാണ് സമ്മേളനം നടക്കുന്നത്. എന്തായാലും സമ്മേളനത്തിൽ കഴിഞ്ഞ സമ്മേളനങ്ങളൊക്കെ പോലെ തന്നെ സമാനമായ രീതിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അഭിമാനകരമായി കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ പറയുന്ന പ്രവർത്തനങ്ങളൊന്ന് പൊതിച്ചോറാണ്. എന്നാൽ പൊതിച്ചോറ് വിതരണം മാത്രമായി സംഘടനാ പ്രവർത്തനം മാറി എന്നുള്ളതാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വരുന്ന പ്രധാന വിമർശനം. അതായത് നേരത്തെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പൊതിച്ചോറ് മാത്രമല്ല രക്തദാനമടക്കം ഡിവൈഎഫ്ഐ പ്രധാന പ്രവർത്തനമായി കൊണ്ടു നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെയില്ല. രക്തദാനം നൽകുന്നില്ല എന്നടക്കമുള്ള വിമർശനം കൂടി കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ ഉയരുകയും ചെയ്യുകയാണ്. മാത്രമല്ല, പൊതിച്ചോറ് വിതരണത്തിനായി അത് ശേഖരിക്കുന്നത് പോലും CPIM അടക്കമുള്ള അത്തരം പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളുമാണ്. അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ കാര്യമായി ഇടപെടുന്നില്ല. പൊതിച്ചോറ് വിതരണത്തിൽ മാത്രമാണ് ഡിവൈഎഫ്ഐ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വളരുന്നില്ല എന്നടക്കമുള്ള വിമർശനം എന്തായാലും ഡിവൈഎഫ്ഐക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുകയും ചെയ്യുന്നു. ഒപ്പം എ റഹീമിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. അതായത് 40 വയസ്സ് കഴിഞ്ഞിട്ടും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റായി തുടരുന്നു എന്നുള്ളതാണ് പ്രധാന വിമർശനം. നമുക്കറിയാം, ഡിവൈഎഫ്ഐയുടെ യുവജന പ്രസ്ഥാനമാണ്. അതിന് സംഘടനാ പ്രവർത്തനത്തിന് പ്രായപരിധിയും ഒക്കെ ഉള്ളതാണ്. പക്ഷേ സംസ്ഥാന തലത്തിൽ അത്തരത്തിൽ നേതൃനിരയിൽ നിൽക്കുന്നവർക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകാറുണ്ട്. പക്ഷേ ഈ 45 വയസ്സായിട്ടും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് സംഘടനാ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള വിമർശനം എന്തായാലും ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിൽ ഉയരുകയും ചെയ്തു. മാത്രമല്ല, തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത്. ഒരു ജില്ലാ കമ്മിറ്റി ചെയ്യുന്ന പ്രവർത്തനത്തിനാൽ അല്ലെങ്കിൽ ഒരു ജില്ലാ പ്രസിഡന്റ് ചെയ്യുന്ന പ്രവർത്തനം മാത്രമാണ് റഹീം ചെയ്യുന്നതെന്നടക്കമുള്ള വിമർശനം കൂടി കമ്മിറ്റിയിൽ ഉയരുകയും ചെയ്തു. വിപ്ലവ യുവജന പ്രസ്ഥാനത്തെ നിർജീവമാക്കി ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമായി സംഘടനാ പ്രവർത്തനം ഒതുങ്ങുന്നു എന്നടക്കമുള്ള വിമർശനമാണ് എന്തായാലും നേതാക്കൾക്കെതിരെ ഉയരുന്നത്. ഒപ്പം മറ്റു നേതാക്കൾക്കെതിരെയും വിമർശനമുണ്ട്. ഇന്നിപ്പോൾ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കുകയും ചെയ്യും.